നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. സരിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും മക്കൾമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം. നല്ല തമാശയ്ക്കും ചെറിയ തമാശയ്ക്കും ഒക്കെ നല്ലോണം കൈയടിച്ചോണം കേട്ടോ. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പക്രു ചേട്ടൻ, അസീസിക്ക. ഇന്നും കൊണ്ട് കുറെ ടീമുകളുണ്ട്, കുറെ ഫ്രഷായ തമാശകളുണ്ട്, കുറെ പുതിയ രസകരമായ വെറൈറ്റി തീമുണ്ട്. വിളിക്കട്ടെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം സജി ചേട്ടൻ, പ്രസാദ് ഏട്ടൻ ആൻഡ് വിൻലേട്ടൻ. ഇറങ്ങി. അയ്യോ ഇറങ്ങിപ്പോ. ഇതിന് ഇറങ്ങിയിട്ടും പോണില്ലല്ലോ ദൈവമേ. ഈ ലോകത്ത് എത്രയോ കാടുണ്ടായിരുന്നു. ഈ കുരങ്ങനെ എന്റെ വീട് മാത്രമേ കണ്ടോളാം വന്നു കയറി ഇരിക്കാനായിട്ട്. അതെടുക്കരുത്. അയ്യോ ചേട്ട, ഓണത്തിന് മേടിച്ചു തന്ന പുതിയ ബ്രേസറും പ്രാവാടൊക്കെ അയ്യേ അതല്ല, അതവിടെ കളയത്. എന്റെ ദൈവമേ, ആരോട് വിളിച്ച് പറയാനെന്ന് പറ. ഹലോ ഹലോ, എടി സുമേ, നമ്മൾ ഈ ഇടയ്ക്ക് മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങില്ലേടി, അതിപ്പോ വീട്ടിൽ വന്നിരിക്കണടി. ഓടി കള്ളം പറയാതെ. എടി കള്ളം പറഞ്ഞതല്ല, ഞാനും ഹനുമാൻ കുരങ്ങുമായിട്ട് ഇരിക്കുന്ന ഒരു വാട്സപ്പിൽ ഒരു സെൽഫി എടുത്ത് നിനക്ക് അയച്ചിട്ടുണ്ട്, നോക്കാം അങ്ങോട്ട്. അയ്യോ, നീ നിന്റെ കുരങ്ങനുമായിരുന്നോ? പിന്നല്ലാതെ. ഒരു അബദ്ധം പറ്റി കേട്ടാ. നിന്റെ വിവാഹ വാർഷികം എന്ന് പറഞ്ഞാൽ ഞാനത് കുടുംബശ്രീയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അയ്യോ എടി, മാത്രമല്ലടി, ഇപ്പഴേ ഇവിടുന്ന് ഇറക്കി വിടാൻ വയ്യാത്ത അവസ്ഥയാ. വീട്ടില് പെയിന്റിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്, ഫർണിച്ചർ എല്ലാം മാറി വെളിയിട്ടേക്കുന്നേ. ഞാൻ ഇതിന്റെ കാര്യം എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടാ. വെച്ചോ. എന്റെ ദൈവമേ, മയക്കുമേടിക്കാ ഒരാളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി പോയി. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? സാവിത്രിയേ, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോഴത്തേന് വേട്ടക്കാരൻ വേറെടുത്തോട്ട് പോവാനായിട്ട് ഇറങ്ങുക. ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ അവൻ ചേനക്കൊമ്പനെ വെടിവെക്കാൻ പോയിരുന്നു. ചേനക്കൊമ്പനാ? ആ പിന്നല്ലാതെ. എടി, ചക്കക്കൊമ്പൻ ഉണ്ടെങ്കിൽ ചേനക്കൊമ്പനി ഉണ്ടോ? നേരെ അവിടെ ചെന്നപ്പോ പൊന്നുമോളെ, ഞാൻ ഉദ്ദേശിച്ചല്ല, പണ്ടെന്റെ കൂടെ പഠിച്ചെന്ന് കരുതി. ഇത്രയും വലിയ വേട്ടക്കാരനാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ വണ്ണോണ്ടടി വേട്ടപ്പട്ടികളൊക്കെ ആയിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ വന്ന് നേരെ കുരങ്ങനെ മഴക്ക് പിടിച്ച് ഇടുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ കുരങ്ങനെ ചാക്കിനകത്ത് കയറ്റുന്നു. എന്നിട്ട് നേരെ പോലീസോ പട്ടാളവോ അതിനൊക്കെ ഫോറസ്റ്റുകാരോ അറിയാതെ നേരെ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകുന്നു. അവിടെ പോയാൽ അവിടെ ചെല്ലുമ്പോ ടി വിക്കാരും പത്രക്കാരും എല്ലാം വരും, നമ്മളെ ഇന്റർവ്യൂ ചെയ്യും. നമ്മൾ നാളെ അങ്ങ് വൈറലാകും. മാത്രമല്ല, എനിക്ക് കുടുംബശ്രീ ചെന്നിട്ട് അവിടെ ഇതിന്റെ പേരിലൊന്നും എളിഞ്ഞ് നടക്കണേ. എനിക്ക് അതൊക്കെ പോട്ട്. എവിടെ കുരങ്ങനെ? ഇപ്പൊ അപ്പുറത്തോട്ട് ചാടിപ്പോയണ്ടാ. എടി, കുരങ്ങനാണോ പെണ്ണോ? ഞാൻ അതിന്റെ നിക്കറൂരി നോക്കിയില്ല. ഞാൻ ഊരി നോക്കാം. എന്റെ മനുഷ്യ, ചെന്ന് കേറല്ലേ. ഇത് ഹനുമാൻ കുരങ്ങാണ്, അള്ളി മാന്തി നിങ്ങളെ. അണ്ണാ, കുരങ്ങ് മാത്രമല്ലണ്ണാ, പിന്നെ നമ്മുടെ ആ തൊഴുത്തിനകത്തെ 2 പുള്ളിമാനും ഉണ്ടെണ്ണാ. ദൈവമേ, വരുമ്പോ കൂട്ടത്തോടെ കയറി വരുവാ. ഓ, 2 പുള്ളിമാന്റെ അകത്തേക്ക് ഞാൻ കണ്ടേല്ലേ. പഞ്ചവാബി, അത് പുള്ളിമാനല്ല. ഞാൻ ഈ പെയിന്റ് അടിക്കുന്ന സമയത്ത് ബ്രഷ് കുറഞ്ഞപ്പെടുത്ത നേരെ നമ്മൾ ആറ്റിന്റെ പുറത്ത് വീണതാ. അടിച്ചു നേരെ കാട്ടിലോട്ട് വിടല്ലേ. ആകെ അതേ ഉള്ളു മിച്ചമായിട്ട്. ഞാനതല്ല ആലോചിക്കുന്നത്. എടി, നമ്മൾ ഈ വേട്ടക്കാരനില്ലേ, ഈ വേട്ടക്കാരൻ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവന് ശരിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഈ വേട്ടക്കാരൻ മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് ഈ കുരങ്ങനെ വേറെ രീതിയിലൊക്കെ ഒന്ന് മയക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പൈസ നമ്മളെ പാക്കറ്റിൽ ഇരിക്കത്തില്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ കുരങ്ങനെ മയക്കാരൊരു വഴിയെന്ന് നീ ഒന്ന് ചിന്തിക്ക്. നിനക്കെന്ത് പ്രാന്തോ? പ്രാന്തല്ലേ പറയാ, കുരങ്ങനെ മയക്കാൻ ഇത്ര മയക്കാൻ മതിയാ? ചെവിക്കല്ലി വളക്ക് ഒറ്റ അടി വെച്ചു തരും. എടി, നീ എന്നെ ക്യാമറ കളിച്ച് മയങ്ങിയപ്പെടുത്ത ഞാൻ മയങ്ങി നിന്റെ പിറക്ക വന്ന പോലെ. അകത്തിരിക്കുന്നത് ഞാനല്ല മയങ്ങി വരാൻ, അത് ഹനുമാൻ കുരങ്ങ. പറഞ്ഞ മനസ്സിലായോ? വേട്ടക്കാരൻ വരുന്നുണ്ട് കേട്ടോ. വേട്ടക്കാരൻ കുരങ്ങവിടെ? എന്താ അതാ പറഞ്ഞ ഐത്തി ഇവക്കെ അറിയാമെന്ന് മച്ചിന്റെ മരത്തിന് മണ്ട കയറി ഇരിക്കാനോ. കണ്ട 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 അവൻ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. മനുഷ്യ, എന്റെ കെട്ടുകാലിൽ പണയം വെച്ചിട്ടാണ് ഇങ്ങനെ വിളിച്ചത്. ഈ തോക്ക് കൊണ്ടുവന്ന് കുരങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എന്തോ ചെയ്യാനായിട്ട്? ശരിയാണല്ലേ. പൈസ വാങ്ങിച്ച് പോക്കറ്റ് വെച്ചിട്ട് കുരങ്ങനെ കാണിക്കണം തോക്കുണ്ടോ? എന്താണെന്ന് അറിയാവോ? ഇതാണ് ഇരട്ടക്കുഴൽ തുപ്പാക്കി. ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ. എന്തോന്ന്? അല്ല, ഏറ്റക്കൊള്ളി തുപ്പി വെക്കാൻ പറഞ്ഞു. ഇരട്ടക്കുഴൽ തുപ്പാക്കി. ആ തോക്ക് നിങ്ങൾക്കിത് തോക്കായിരിക്കും.
മക്കളില്ലാത്ത എനിക്ക് ഇവൻ എന്റെ മോനെ പോലെയാണ്. അറിയാമോ, എന്റെ മൂത്ത മോൻ. അപ്പൊ നിന്റെ ഭാര്യ ആരാടാ? പീരങ്കിയോ? ആ, പോടാ അവിടെ നിന്ന്. നിനക്കറിയാമോ, ഊണിലും ഉറക്കത്തിലും ഇവൻ എന്റെ മാറോട് ചേർത്ത് വെച്ചാൽ ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. കണ്ട ഇതെന്താണെന്ന് കാണാം. ഇതെന്താണെന്ന് അറിയാം അവിടെ? രണ്ട് ഇഴുത്താ? ഇഴിച്ച ഇതെന്റെ മോന്റെ രണ്ട് കണ്ണാണ്. പിന്നെ ഇതെന്താണെന്ന് പറ. അത് പിന്നെ തോക്കിലിടുന്ന ഉണ്ടാ? അരിയുണ്ടാ, പോടാ അവിടെ നിന്ന്. ഇതെന്റെ മോന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇങ്ങനെ എടുത്തിട്ട് അവന്റെ വാ അങ്ങനെ തുറന്നിട്ട് കഴിക്കുമോനെ, കഴിക്കുമോനെ, കഴിച്ചാ അങ്ങനെ കൊടുക്കും. അല്ല, ഞാൻ കാര്യം ചോദിച്ചോട്ട്, അപ്പൊ നിങ്ങളെ മോന് ബാത്റൂമിൽ പോകണമെങ്കിൽ എന്തോ ചെയ്യും? നിസാരം. നേരെ ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് ഇച്ചി പൊടുക്കണോടാ, നിനക്ക് ഇച്ചിടണോ, നിക്കറൂടാന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. ഉദ്ദേശം ഒരു എത്ര മണിക്കായിരിക്കും ഈ കുരങ്ങനെ കണ്ടത്? 7 മണിക്ക്. 7 മണി എന്ന് പറയുമ്പോൾ എത്ര മണിയായിരിക്കും? 6:60. വെരി ഗുഡ്. ഈ കുരങ്ങ് എങ്ങനെയാണ് ഈ മച്ചിന്റെ മേളിൽ കയറിയെന്ന്? നേരം വൈകുന്നേര സമയത്ത് നേരെ വന്ന് ചെരുപ്പ് ഊരിയിട്ട് ഉമ്മർത്ത് വെച്ചെന്ന കെണ്ടിക്കകത്തുനിന്ന് കാല് കഴുകി ഏണി എടുത്ത് പടിഞ്ഞാറ് വശത്ത് ചാരിയിട്ട് മേളിൽ നിന്ന് 2 ഓട് മാറ്റിയിട്ട് തൂങ്ങിയാണ് അകത്ത് കയറിയത്. അത് രമണം വരുന്ന വഴിയല്ലേ അണ്ണാ? അത് രമണം അതിലിറങ്ങിയ മരണം വരുന്ന വഴിയെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇതിനെ വെടിവെക്കാൻ പോവേണ്. വെടിവെക്കുന്നെങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളുടെ പറയാണ്ട്. ആദ്യം കുരങ്ങനെയൊന്നും അല്ല വെടിവെക്കേണ്ടത്. ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ അമ്മിണിക്കോഴി മാസത്തിൽ 10-25 മുട്ടയായിരുന്നു. അതിനെ പിടിച്ചോണ്ട് പോയ കൊരക്കനെ വേണം ആദ്യം വെടിവെക്കാനായിട്ട്. അപ്പോഴേ ആദ്യം കുരങ്ങ് പറഞ്ഞ് പിന്നെ കുറുക്കൻ പറഞ്ഞ് എടാ ചുമ്മാ ഇവിടെ കള്ളക്കരച്ചില് അമ്മിണിക്കോഴി അമ്മിണിക്കോഴി. എടാ ഇവിടെ വല്യച്ഛൻ ചത്തട്ട് വിളി കരച്ചില് കരഞ്ഞില്ല, അറിയാവോ? എന്റെ വല്യച്ഛൻ മുട്ട ഇടുവായിരുന്ന മനുഷ്യ. ഒരു കാര്യം ഞാൻ പോവാണ്, ഞാൻ വെടിവെക്കാൻ പോവാണ്. പേടിയുള്ളവരൊക്കെ മാറിക്കോ, പേടിയുള്ളവരൊക്കെ മാറിക്കോ. ചെവി പൊത്തിക്കോ, ചെവി പൊത്തിക്കോ. എന്റെ ചെവി പൊത്തടാ, എനിക്ക് വെടിവെച്ച പേടിയാണെന്ന്. പൊത്തിക്കോ, പൊത്തിയാ. അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നടാ. തിരിഞ്ഞിരിക്കുമ്പോൾ വെടിവെക്ക എളുപ്പം. പോടാ അവിടെ നിന്ന്. ഇവിടെ പുറത്തിരിക്കുന്ന കുരങ്ങിന്റെ ചന്തയിൽ വെടിവെച്ചാ അത് നാളെ പറഞ്ഞു നടക്കൂല ഈ വേട്ടക്കാരൻ എന്റെ ചന്തയിൽ വെടിവെച്ചെന്ന്. എനിക്ക് ധൈര്യമില്ലെന്ന് പറയൂലടാ. ഒരു കാര്യം ചെയ്യാം, 5 മണി വരെ ഞാൻ നോക്കും. അത് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ വെടിവെക്കും. ഇല്ലെങ്കിൽ ഈ തോക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്റെ ബൈക്ക് കൊടുത്തിട്ട് ഞാൻ വീട്ടിലങ്ങ് പോകും. 5 മണിക്ക് എന്തോ കുഴപ്പമൊന്നും? 5 മണി കഴിഞ്ഞ് എനിക്ക് കണ്ണിന് ചെറിയൊരു വിഷയമാണ്. എന്തോന്ന് ചെറിയ വിഷയം? കാഴ്ചയില്ലെന്നേ. അതാണ് ചെറിയ വിഷയം. നീ എങ്ങനെ പോകുമെന്നാ പറഞ്ഞു? ഇടയ്ക്ക് എന്റെ വേട്ടപ്പെട്ടി പുറത്ത് കിടപ്പുണ്ടല്ല, നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അവൻ വണ്ടി ഓട്ടിച്ചോളും. അത് നല്ല ഏർപ്പാട് അല്ലേ? ഇവിടെ ആര് വെക്കും? എനിക്ക് വെടിവെക്കാൻ അറിയത്തില്ല. അണ്ണാ, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ, ഞാൻ വെക്കാനാ വെടി. എന്തിന് പഠിപ്പിക്കുന്നത്? എന്റെ പൊന്നളിയാ, ഒരു ദിവസം കുടുംബശ്രീയിലോട്ട് കയറി ചെന്നപ്പം ഇവള് വെക്കുന്ന വെടികെട്ട് ഞാൻ പേടിച്ചു പോയി. നോക്കുകൊണ്ടല്ല, നാക്കുകൊണ്ട്. ഈ ഒരു കാരണവശാലും സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. ഇങ്ങനെ ധൈര്യത്തോടെ മുമ്പോട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ വെടിവെക്കാൻ പഠിപ്പിക്കുന്നു. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ അനന്റെ സ്കോച്ച്. അളിയാ, ഞാൻ സ്കോച്ച് സ്കോച്ചല്ലടി, കട്ടറമ്മ്. അതല്ല മനുഷ്യ, ഈ വെടിവെക്കാനൊക്കെ പഠിപ്പിക്കുന്ന ആളെ എന്തിനു പറയുന്നത്? ഇനി കോച്ച്. അപ്പൊ നമുക്ക് വെടിവെക്കാൻ പഠിക്കാം. പഠിപ്പീരി. എന്നാ പിന്നെ കിട എവിടെ? കിട നീ കണ്ടിട്ടില്ലേ? ഈ വേട്ടക്കാരന്മാരെ കിടന്നുണ്ടല്ലേ വെടിവെക്കുന്നത്? അങ്ങോട്ട് പിടിച്ചാണ് ഇങ്ങനെ പിടിക്കുക അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുരങ്ങ് നമ്മുടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാഞ്ചി വലിക്കണം. അപ്പൊ നമുക്ക് വേട്ടക്കാരിയായി, കാഞ്ചിയായി, തോക്കായി. ഇനി ഒരു ഡമ്മി കുരങ്ങ് കൂടെ വേണം. ഡമ്മി കുരങ്ങ് അതാ കുറച്ച് ഡമ്മി കുരങ്ങാട്ടി ഇല്ല അങ്ങോട്ട്. ഞാനോ? എനിക്കറിയത്തില്ല, അറിയൊന്നുമില്ല. താണ്ടെ പിടിച്ചങ്ങ് നിന്നാ മതി. ഞാൻ ശരിയാ. നിന്റെ അച്ഛൻ വെടിവെക്കാൻ പഠിപ്പിക്കാം. അങ്ങോട്ട് അപ്പോ ഒരു കണ്ണടാ അടച്ചേ. ഞാനോ? എടാ നീ 2 കണ്ണു പടയടാ. അപ്പൊ ഒരു കണ്ണടച്ചിട്ട് നമ്മൾ ഈ കൊള്ളിലൂടെ ലക്ഷ്യസ്ഥാനത്തോട്ട് നോക്ക്. എങ്ങോട്ട് കയറ കുരങ്ങ്? ഇങ്ങോട്ട് കയറ കുരങ്ങ്. നേരെ വട കുരങ്ങ്, ചാടി ചാടി വട കുരങ്ങ്, ഓടി വാട കുരങ്ങ്. തലേ കയറി ഇരിക്കണോ? ഇത് നീ എവിടെ പോണ്ടാ കുരങ്ങ്? ഈ കുരങ്ങനെ ഇപ്പൊ അവിടുന്ന് പിടിച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നു? നമ്മൾ പറഞ്ഞ പോലെ കാഴ്ച ബംഗ്ലാ കൊടുക്കുന്നു, നമ്മൾ വൈറലാവുന്നു. എന്റെ മനുഷ്യ, എന്റെ ഉള്ളിൽ ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ ആഴ്ച മൃഗശാലയിൽ പോയപ്പോ എത്ര രൂപ ടിക്കറ്റ് എടുത്ത അവിടെ? 250. ആണേ. നമ്മൾ ഈ കുരങ്ങനെ മയക്കുടി വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കൂട്ടിനകത്ത് നമ്മൾ ആക്കുന്നു. എന്നിട്ട് നമ്മൾ 100 രൂപ ടിക്കറ്റ് അടിക്കുന്നു. മനസ്സിലായ? നമ്മുടെ വെൺകുളത്തെ സ്കൂളിൽ എത്ര പിള്ളേരുണ്ട്? 600 സ്കൂളുകളുണ്ട്. 600 പിള്ളേരുണ്ടാ. അതില് ഡെയിലി 50 പിള്ളേരെ വെച്ച് നമ്മൾ 100 രൂപ ടിക്കറ്റ് ഇവിടെ കയറ്റി കുരങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര രൂപ വരുമാനമായി? എത്ര രൂപ? 1, 2 നേരം വിളക്ക് ഞാൻ പറയാം. 5000 രൂപ. 5000 രൂപ വരുമാനമായ. പിറ്റേന്നും ഇതേപോലെ നമ്മൾ ഈ 50 പിള്ളേരെ ഇങ്ങോട്ട് കയറ്റുന്നു. അപ്പോഴോ 10000. അങ്ങനെ ഒരു മാസമായപ്പോ നമ്മുടെ വീട്ടിൽ എത്ര ലക്ഷം രൂപ വരുമാനമായ? എന്റെ പൊന്നളിയാ, ഇപ്പൊ കാഴ്ച ബംഗ്ലാ കൊടുത്തിരുന്നെങ്കിലോ? പൊന്നെ, നീ സാവിത്രി അല്ല, നീ സരസ്വതിയാ. വേറെ കാര്യമുണ്ട്. ഈ പൈസ ഇത്രയും വന്നാൽ നമുക്ക് ഇവിടെ വിട്ടുവെക്കാൻ വല്ല അലമാര എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? അത് ശരിയാന്നല്ലേ. ഞാൻ നിസാറിനെ ഒന്ന് വിളിക്കാം. നിസാറേ, ഒരു അലമാര വേണമായിരുന്നല്ലോടാ. തടിയുടെ ശീലം. തടി തടിയുടെ മതി.
നല്ലൊരു അലമാര വേണം. പൂട്ട് വേണം. ആ പൂട്ട് നല്ല സ്ട്രോങ് പൂട്ടായിരിക്കണം. ആ പിന്നെ നമുക്ക് ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാ. ശരി ഓ. അപ്പൊ നിങ്ങൾക്ക് അലമാരായി, വലിയ പണക്കാരായി, ഇനി ടിക്കറ്റ് വെച്ച ആൾക്കാരെ കയറ്റാറായി. അപ്പൊ കുരങ്ങനെ പിടിച്ചെന്ന് ഞാൻ പുറത്തുപോയി. അളി അങ്ങനെ പോലെ നീ സെക്യൂരിറ്റി. ഞാനാ നീ സെക്യൂരിറ്റി. ഈ ശമ്പളമൊക്കെ എത്ര തരും? 8000 രൂപ അങ്ങ് തരും. ATM ഫ്രണ്ടിൽ കൂടെ നടന്നു പോയാൽ കിട്ടുമല്ലോ 15000 രൂപ. 11000 രൂപ തരും. പ്രാവടം വണ്ടി ഇജസ് എല്ലാം ഉണ്ട്. പിന്നെ വാങ്ങിച്ച് പോക്കറ്റ് ഇടരുത്. നേരെ കുരങ്ങനെ കുളിപ്പിക്കണം, അവനെ അപ്പിയിടാൻ കൊണ്ടുപോകണം, പേറാൻ ചീപ്പണം. അല്ല നിന്റെ മോനെ പോലെ തുടക്കം എടുക്കാതെ നടക്കരുത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ സംഭവം എല്ലാം ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയുന്നത്, അപ്പഴെന്റെ വഴക്കുണ്ടാക്കാനായിട്ട് നിക്കണ്ട. ആദ്യത്തെ ഈ കളക്ഷനിൽ നിന്ന് ഒരു 5000 രൂപ ഞാൻ എടുക്കുകയാണ്. എന്തിന്? അടുത്ത ആഴ്ച അമ്മയുടെ ഓപ്പറേഷനിൽ എനിക്ക് അവിടെ വല്ല പൈസ കൊടുക്കണ്ടേ? അത് ശരിയാവത്തില്ല. അതെന്താ ഫസ്റ്റ് കളക്ഷൻ അതിന് പൈസ അടക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് തരണത് ചേച്ചിയുടെ അമ്മയുടെ അസുഖത്തിനല്ലേ ഒരു 5000 കൊടു. ഈ സെക്യൂരിറ്റി നീ നിന്റെ പണി നോക്കിയാൽ മതി. സംസാരിക്കണ്ട. അതിന് 5000 രൂപ ഞാൻ എടുക്കും. പൈസ എടുക്കരുത്. ഞാൻ എടുക്കും. പൈസ എടുക്കരുത്. പൈസ അയ്യോ എനിക്ക് നിന്റെയൊക്കെ ജോലിയും വേണ്ട, പ്രോബ്ലം ഫണ്ടും വേണ്ട, ഗ്രാറ്റുവിറ്റിയും വേണ്ട. എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടു തരാമോ? സാവിത്രി, എന്ത്? ഞാൻ ഒരു കാര്യം പറയാം. നീ എന്റെ അടുത്ത് ചതി കാണിച്ചില്ലയോ? ഇതിന് ഞാൻ അടുത്ത ഓണത്തിന് മുമ്പ് പാക തീർത്തില്ലെങ്കിൽ എന്നെ ഇങ്ങനെ നിങ്ങൾ ഇനി വിളിച്ചോ. എന്റെ നടുവേ. അയ്യോ, ഒരു കൊരങ്ങ മീശത്തിന്ന് ചാടി വന്നതാണ് ഇത്രയും വിഷയം. അതിനെ കണ്ടില്ല, അതിനെ പിടിച്ചില്ല, അതിനെ വെടിവെച്ചില്ല. ഒരു മാപ്പിളയും പെണ്ടാട്ടിയും കൂടെ അലമാരയും മാറ്റി വെച്ച് അതിൽ കുറെ പൈസയും കയറ്റി ഒരു തല സെക്യൂരിറ്റി ആയിട്ട് നിർത്തി. എനിക്കറിഞ്ഞൂടെ ദൈവമേ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കണേന്ന്. അയ്യോ എന്താ ഉച്ചി പൊട്ടിച്ച അളിയാ നിനക്ക് കൊല്ലാൻ പറ്റിയായിരുന്നോ? ഒന്നും പറ്റിയില്ലളിയാ. ഈ ഉച്ചിയിൽ ചെറിയൊരു ഹോള് വീഴുന്നൊരു ഡൗട്ട്. തയ്യലിട്ടാ നിൽക്കുവോ? ഇനി നീയൊക്കെ രണ്ടും കൂടെ സംസാരിച്ചു പോലും. ഈ കുരങ്ങന്റെ കാര്യം ഞാൻ ഏറ്റ്. ഞാൻ ഈ കുരങ്ങനെ ഓട്ടിച്ച് വിടാൻ പോവുകയാണ്. ഞാൻ ഈ കുരങ്ങനെ ഓട്ടിച്ച് പുറത്തു വിടും. ഈ കുരങ്ങൻ ഓടി അടുത്തുള്ള മരത്തിൽ കയറും. അപ്പോൾ ഞാൻ എന്റെ വേട്ടപ്പട്ടിയെ ഈ കുരങ്ങ് കയറിയ മരത്തിന്റെ മൂട്ടിക്കൊണ്ട് കെട്ടും. വേട്ടപ്പട്ടിയോ? എന്നിട്ട് തൊട്ടടുത്ത മരത്തിൽ ഞാൻ കയറിയിട്ട് ഒരു തോട്ടി വെച്ച് കുരങ്ങനിരിക്കുന്ന മരം ഇങ്ങനെ ഞാൻ കുലുക്കും. അപ്പോൾ ഈ കുരങ്ങൻ ബാലൻസ് തെറ്റി നേരെ എന്റെ വേട്ടപ്പട്ടിയുടെ ഫ്രണ്ട് വീഴും. ഞാൻ ഈ കുരങ്ങനെ എടുക്കും, മീശത്ത് കൊണ്ടുപോയി കൊടുക്കും. സൂപ്പർ ഐഡിയ. പിന്നെ അഥവാ ഞാൻ ഈ കുലുക്കുന്ന സമയത്ത് എന്റെ ബാലൻസ് ആണ് തെറ്റി ഞാൻ താഴെ വിടാൻ നേരത്ത് എന്നെ പിടിക്കാതിരിക്കാൻ ആ പട്ടിയെ വെടിവെക്കാനാണ് ഈ തോക്ക്. നല്ല സ്കിറ്റ് ആയിരുന്നല്ലേ? നല്ല ഗൈഡ് വരട്ടെ. നല്ലതായിരുന്നു. തുടക്കം നല്ല രസമായിരുന്നു. ആ തുടക്കം കണ്ടപ്പോൾ അതേപോലെ തന്നെ ബാക്ക് പുറകോട്ടും വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചു കേട്ടോ. ഉള്ളത് നല്ല ബഹളമൊക്കെ വെച്ചിട്ട് കളിച്ചു. പക്ഷെ ആ കുരങ്ങ് കയറിയതിൻ്റെ ഫീലിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ചിരിക്കാനുള്ളത് ഇച്ചിരി കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്കും തോന്നില്ലേ? ചിരിയുടെ എലമെൻറ്റുകൾ കുറവായിരുന്നു. പക്ഷെ ഉള്ള നിങ്ങൾ ആക്ടിങ്ങിൻ്റെ ആ പവറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല സബ്ജക്റ്റും ഒക്കെയാണ്. പക്ഷെ ചിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഗംഭീരമായി മാറിയേനെ. നിങ്ങൾ കുഴപ്പമില്ലാതെ പോയി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അസീസ്ക്ക, തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. അതായത് മറ്റാ കൗണ്ടർ ഉഗ്രം കൗണ്ടറായിരുന്നു. കുരങ്ങന്റെ ഫോട്ടോയും എൻ്റെ ഒരു സെൽഫി അയച്ചു. അയ്യോ അതെ, കുടുംബശ്രീയിലിട്ട് നിന്റെ വെഡിങ് ആനിവേഴ്സറി അതൊക്കെ ഗംഭീരമായിരുന്നു. വിനിലിന്റെ ആ തുടക്കം എന്നുള്ള സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾ 3 പേരും ഗംഭീര പവറായിരുന്നു. ആ പവറിന്റെ കൂടെ ചെറിയ ചെറിയ എന്തെങ്കിലും എലമെന്റ് ഇട്ട് നല്ല ആസ്വദിക്കുന്ന ഓഡിയൻസ് ആണ്. നിങ്ങൾ അടിച്ച എല്ലാ കൗണ്ടറിനും ഭയങ്കര ചിരിയായിരുന്നു. ഓഡിയൻസ് ഭയങ്കര ചിരിയായിരുന്നു. നല്ല കൈഡിയ. ഫ്രണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഫ്രണ്ടിരിക്കുന്ന അമ്മമാര്. അപ്പൊ എവിടെയൊക്കെ ചെറിയൊരു അതായത് കഥ നീണ്ടുപോയോലോ ഒരു തോന്നൽ ഉണ്ടായി. ആ ഒരു തോന്നലേ ഉള്ളൂ. ചെറിയ കൗണ്ടറിന്റെ പ്രശ്നമുണ്ട്. എന്തായാലും അടിപൊളി, പൊളിക്കാം കേട്ടാ. താങ്ക് യു അക്രു ചേട്ടാ. സജി, എന്തുണ്ട് വിശേഷം? അതിനാണ് ഇവിടെ പൈസ അതല്ല, ഹനുമാൻ കുരങ്ങിനെ കിട്ടിയോ? കിട്ടിയില്ല. നമ്മള് ഇവരൊക്കെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ സ്കീറ്റിനെ ഒന്നും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വെറുതെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ കാരണവര് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എലമെന്റ്, നിങ്ങൾ ആ അടി അങ്ങോട്ട് തുടങ്ങിയില്ലേ? ഈ നമ്മുടെ ആർട്ടുകാരെന്തോരം ബുദ്ധിമുട്ട്, എന്ത് ഭംഗിയായിട്ട് ഒറിജിനല് വെല്ലുന്ന തരത്തിലുള്ള അത് ഞാൻ വിചാരിച്ചത് ആദ്യം സജിമുഖത്തിൽ ഇരുന്നില്ലേ? കോമഡി ആയിരുന്നു കേട്ടോ. സജി എന്നെ അസീസ് കാണിച്ചെന്ന്
സജിക്ക് അതിൽ ഇരിക്കാൻ വേണ്ടി വന്നു. ഇരിക്കാൻ തോന്നി, അത് ബെഞ്ചാന്നോർത്ത് പുള്ളി സ്കിറ്റിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഇരിക്കാൻ വന്നപ്പോഴാണ് ഓർത്തത് ഇത് കുഴപ്പമാണല്ലോ എന്ന്. അല്ല ഞങ്ങള് അപ്പോ കള്ളന്മാരെ പോലീസുകാർ ഇരുത്തുന്ന പോലെ അതെ കൊള്ളിക്കാത്ത രീതിയിൽ ഒരു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ മനസ്സിലായ ഡമ്മിയാണെന്ന്. ഈ വേട്ടക്കാരൻ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഈ വേട്ടക്കാരൻ മയക്കുപടി വെക്കുന്നതിന് മുമ്പ് ഈ കുരങ്ങനെ വേറെ രീതിയിലൊക്കെ ഒന്ന് മയക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പൈസ നമ്മളെ പാക്കറ്റിൽ ഇരിക്കത്തില്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ കുരങ്ങനെ മയക്കാൻ ഒരു വഴിയെന്ന് നീ ഒന്ന് ചിന്തിക്ക്. ഞാന് ഈ സ്കിറ്റിന് പ്രോപ്പർട്ടി സെറ്റ് ചെയ്തപ്പോ ഞാൻ ആർട്ടിലെ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു, പുതിയ ഫർണിച്ചറൊക്കെ ഇറക്കിയിട്ടാ പോളിഷ് ചെയ്തെന്ന്. അല്ല, എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ആളെ കൊണ്ടൊന്ന് പോളിഷ് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. ആ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര രസം എന്ന് പറയാൻ പറ്റൂല, രസമല്ലായിരുന്നു. അതിനകത്ത് വിനലിന്റെ ഒരു അടി നമ്മുടെ പട്ടാളക്കാരന്റെ പുറകിലിട്ടാണ് അടിച്ചത്. അത് ഡമ്മി ആണേലും ആ ഭാഗത്ത് അടിച്ച കുഴപ്പാ. അല്ല ഞാൻ കിറങ്ങ എവിടെ നിന്നത് ഡയലോഗ് പറഞ്ഞു മനസ്സിലായി. ഞാൻ ഇങ്ങനെ വെച്ചു. അയ്യോ എനിക്ക് നിന്റെയൊക്കെ ജോലിയും വേണ്ട, പ്രവണം പണ്ടും വേണ്ട, ഗ്രാറ്റുവിറ്റിയും വേണ്ട. എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടു തരാമോ? അതെന്താണെന്നറിയോ, നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെയാണ് ഫുള്ള് കോമഡിയും കൗണ്ടറും ഇരിക്കുന്നത്. ആ മർമ്മത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അടി കിട്ടിയിട്ടുണ്ടോ അവിടെ? ഇല്ല, കിട്ടണം. നല്ല എനിക്ക് ഏകദേശം ഈ ഭാഗത്തായിട്ടൊക്കെ വരും പ്രോഗ്രാം കളിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കുക. ഇപ്പോഴും പ്രസാദേട്ടന് ഓക്കെ ആയിട്ടില്ലെന്നാ കേട്ടോ തോന്നുന്നത്. ഇല്ല അല്ല, എന്തായാലും പ്രസാദം ഒന്ന് കാണിച്ചേക്കണം കേട്ടോ. ഇവിടെ ഒരു ഡോക്ടർ പൽപ്പു ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഡോക്ടർ സുകുമാരന്റെ ശിഷ്യനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് നല്ല ഒരു സംഗതിയാണ് എടുത്തത്. അവിടെ ചെറിയ ചില കുഴപ്പങ്ങൾ, എന്നാലും ഓക്കെ. അടുത്തതിൽ നമുക്ക് പൊളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ബക്കർ ചേട്ടാ. അപ്പോൾ ആ ഹനുമാൻ കുരങ്ങിനെ പിടിച്ച് ആൾക്കാരെ കാണിച്ചിട്ടുള്ള കാശ് എന്തായാലും കിട്ടൂല. അപ്പോൾ ഉള്ള കാശ് നമുക്ക് വാങ്ങിക്കാം. ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാം. ഞാനൊരു 7000 രൂപ. 7000 രൂപ. ഓക്കെ, ഡോക്ടർ പൽപ്പുവിന്റെ വക. ഞാൻ ഒന്നുകൂടെ കൂടി 1000 രൂപ കൂടെ കൂട്ടിയിട്ടു. ഒരു സംരംഭം പോലെ, ഒരു ബിസിനസ് അല്ലേ, വിജയിക്കട്ടെ. 15000 രൂപ ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കുന്ന ഇഷ്ടമില്ല. അതൊക്കെ നൈസ് രഹസ്യത്തിൽ അല്ല, രഹസ്യമായിട്ട് സുഹൃത്തുക്കളല്ലേ, ഞാൻ കൊടുത്തോളാം. സിനിമ ഒരുപാട് കഴിഞ്ഞതാ. അപ്പൊ അതിനനുസരിച്ച് കനത്തില് ടോട്ടൽ അയച്ചോ 25000 രൂപ. ഓക്കെ, അപ്പൊ അടുത്ത സ്കിറ്റി കാണാം തീർച്ചയായിട്ടും. ഓക്കെ, ഇല്ലേട്ടാ ചേട്ടാ കാണിക്കണം കേട്ടോ. അത് ഫ്ലവേഴ്സ് കോമഡി ഇതായിട്ടവേറയിൽ അടുത്ത സ്കിറ്റ് ഒരുങ്ങിക്ക് കഴിഞ്ഞു. വിളിക്കൂ. സുധി വരുന്നു, സുമി വരുന്നു, ദീപു വരുന്നു. ലെറ്റ്സ് വെൽക്കം. കല്യാണം കളി മാറി 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 കൂടലരി പൊരിവയിലുണ്ട് മഴയുണ്ട്. ഓടരുത്, ഓടിയാ അടിക്കും ഞാൻ. ഓടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അടിക്കും. ഇങ്ങോട്ട് പാടി. അതുകൊണ്ട് എന്നെ ആരാ വിളിക്കുന്നത്? അങ്ങനെ നിന്നെ പോലെ ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാനൊരു മാന്യനാണ്. ഇങ്ങോട്ട് പാടി. എടി ഇങ്ങോട്ട് പാടി. വീട്ടിൽ ഒന്നാന്തരം ഒരു ബാത്റൂം ഉണ്ടോ? പിന്നെ എന്ത് നീ കുളിക്കടവിൽ കുളിക്കാൻ വന്ന് അതുകൊണ്ടല്ലേ നിന്റെ അരഞ്ഞാണ് ഇതിന്റെ അകത്ത് പോയത്? ചേട്ടാ അങ്ങനെ പറയരുത്. ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുമ്പോ ഏതെങ്കിലും വിവരം കെട്ടവൻ ഒരു ഒളിക്യാമറ വെച്ച 6 മാനം പോയി നമ്മുടെ ജീവിതം പോയോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കുളിക്കുന്നത്. ഓ, ഇവിടെ ആവുമ്പോ പിന്നെ ആര് CC ക്യാമറ വെക്കൂലല്ലേ? അതാണ് പറഞ്ഞത്. ലൈവായിട്ട് അങ്ങ് കാണാം. എല്ലാത്തിനും ഒരു ന്യായം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ട്. ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി എന്തോന്ന്? ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. എടി, എല്ലാ ഭർത്താക്കന്മാർക്കും ദ്വന്ദ്വ വ്യക്തിത്വമാണ്. എന്തുവാ? 2 സ്വഭാവം ഉണ്ടാവും. പകലൊരു സ്വഭാവം, രാത്രി വേറെ സ്വഭാവം. മനസ്സിലായില്ല? പകലാവുമ്പോ പറയും പോയി ചായറി, പോയി ചോറ് വെക്കടി, പോയി കൊച്ചിനെ നോക്കടി. പക്ഷെ രാത്രി ആവുമ്പോ അങ്ങനെ ഒന്നും പറയൂല. എവിടെ പോണ്? ഏട്ടന് അത്താഴം കൊടുക്കാനായിട്ട്. അത്താഴമൊക്കെ പിന്നെ എടുക്കാൻ പാ. ഇന്ന് ചേട്ടാ ഒന്ന് എടുത്ത് ചേട്ടാ ഒന്ന്. ചേട്ടാ ഒന്ന് പറയുന്ന അനുസരിക്കുക ചേട്ടാ, ഒന്ന് എടുത്തതാ. പിന്നെ നീ വളർത്തുന്ന പട്ടിയാണല്ലോ, നീ പറഞ്ഞോണ്ടേ പോയി അനുസരിക്കാൻ. ഇട്ടിട്ട് കൊതി പോലും തീർന്നിട്ടില്ല. കണ്ട് ഞാൻ പോലും കൊതി തീർന്നില്ല. എന്ത് അരഞ്ഞാണം നിനക്ക് സൂക്ഷിപ്പില്ല? സൂക്ഷിപ്പുണ്ട്. ഞാൻ നല്ല രീതിയിൽ ഇട്ടോണ്ട് നടന്നത്. നമ്മൾ ഈ ആണുങ്ങളെ പാന്റ് ഇട്ടിട്ട് ബെൽറ്റ് ഇടും. ഇവിടെ അരഞ്ഞാണോ അങ്ങനെ ഇടുന്നറിയോ? നൈറ്റ് ഇട്ടിട്ട് പുറത്തൂടെ അരഞ്ഞാണോ? എന്തിനാ അടി ഇടുന്നത്? നല്ല 10 പേര് കാണത്തുള്ളൂ ചേട്ടാ. ഇപ്പൊ തന്നെ പോയാലോ, ഒരുത്തനും കാണാനില്ലല്ലേ? അങ്ങനെ പറയല്ലേ. അപ്പൊ ഇനി എന്റെ അരിഞ്ഞാണം കിട്ടൂലേ? കിട്ടാതിരിക്കുമോ? കിട്ടുമായിരിക്കുമല്ലേ? കിട്ടണം.
കിട്ടുമോന്ന് ഒറ്റ ഡയലോഗ് മതി 8 മോഡുലേഷനിൽ ആകാക്കിയത് കണ്ട. എങ്ങനെ കിട്ടും ചേട്ടാ? എങ്ങനെങ്കിലും ഒന്ന് എടുത്താ ചേട്ടാ. എടി എന്തായാലും ഞാൻ കടലുണ്ടിയെ വിളിച്ചിട്ടുണ്ട്, അവൻ വരും. അതേതുണ്ടി? കടലുണ്ടി കാർത്തിക എന്റെ കൂട്ടുകാരൻ, അവൻ മണലൊക്കെ വാരിക്കൊണ്ടിരിക്കും. അവൻ വന്നു കഴിഞ്ഞാൽ ഈ അരഞ്ഞാണം എടുത്ത് തരുമെന്ന്. ആണോ? ഇനി നിങ്ങളുടെ കൂട്ടുകാരൻ വരാതിരിക്കുമോ? വരില്ലേ? 12 മോഡുലേഷനിൽ പറയാനുള്ള ശ്രമമാണ്. അവൻ വരും, നീ അങ്ങ് ചുമ്മാ ഇരുന്നാ മതി. വരുന്നുണ്ട് ഇതോ. എന്താ അത്? ചെവിയിൽ വെള്ളം കയറി ഇവിടെ മണൽ ഊറ്റിക്കൊണ്ട് തന്നെ എന്തിനാ വിളിച്ചു വരുത്തി ഇവിടെ? ഇവിടെ ഞങ്ങൾക്ക് ഒരു അർജന്റ് കാര്യം പറയാം. എവിടെ ഇന്നലെ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരു സംഭവം പോയി, അന്ന് എടുത്തു തരണം. പാവാട എടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല, വേണമെങ്കിൽ വേറെ ആരെയും കൊണ്ട് എടുപ്പിക്കും. ഇവിടെ പാവാടയല്ല, ഇവിടെ ഞാണം പോയി. ഇവിടെ പെണ്ണും പിള്ളേരെ നാണം പോയി എന്ന് പറയാൻ നിനക്ക് നാണം ഇല്ലടാ? അതല്ലെന്ന് പറയട്ടെ, എവളുടെ അരഞ്ഞാണം പോയി. അത് കുഴപ്പമില്ല, നമുക്ക് നീ വേറെ ആരോടും പറയരുത്. ആരും പറയുന്നില്ല. അതെ ആണ്ട ഈ അവന്റെ പെണ്ണും പിള്ളേരെ അരഞ്ഞാണം പോയി നീ വിളിച്ചു. എന്റെ പെണ്ണുമ്പിള്ളേടെ അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേറെ പെണ്ണുമ്പിള്ളേണ്ടല്ലേ? ഒക്കെ ഒരു ആർത്തും പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന്. വഴക്കുകളൊന്നും കൂടണ്ട, ഞാൻ ഇറങ്ങി എടുത്തുതരാം, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ കുളത്തിനെ പറ്റി വല്ല അറിയാമോ? ഇല്ല, കുളം ഞാൻ ഒരുമിച്ച് പഠിച്ചല്ലേ. ഇത് എന്തോന്നാ ഇത് പറയണത്? ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഭയങ്കര ആഴമാണെന്ന് തോന്നുന്നു, വെള്ളം കിടക്കണ. നോക്കിക്കേ. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര പാടാ. ഒരു കാര്യം ചെയ്യാം, അരഞ്ഞാണത്തിന്റെ ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ? അരഞ്ഞാണം ഇട്ടേക്കുന്നുണ്ടോ? അരഞ്ഞാണം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് വീട്ടിൽ ഇരിക്കും, എടുത്തോണ്ട് വരട്ടെ. വീട്ടിൽ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഇപ്പം എടാ ഒന്ന് ഇറങ്ങി എറാ. എത്ര പവൻ കാണും? നീ എന്തിന് പവൻ അറിയുന്നു? നീ ഇറങ്ങി എടുക്ക്. എനിക്ക് അറിയണത് പവൻ എത്ര ഉണ്ടെന്ന്. പവനൊന്നും അറിയണം. അതുകൊണ്ട് അവിടെ എന്തായിരിക്കണം. മതി 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 മതി, അളവ് കിട്ടി. എത്ര? 3.5 പവൻ എങ്ങനെ ഉണ്ടാവും? 3.5 പവൻ എങ്ങനെ മനസ്സിലായി? എനിക്ക് കംപ്ലീറ്റ് എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് ഒറ്റ എത്ര സംഭവം അത് അരപ്പവനേ ഉള്ളൂ. അതും കറക്റ്റ് ആണല്ലേ? ഇതിൽ ഇറങ്ങുന്ന ആരും ഭയങ്കര പാടാണ് കേട്ടോ. ഒന്നാമത്തെ മണലൊക്കെ കോരുന്ന സംഭവങ്ങളിൽ എനിക്ക് അറിയത്തുള്ളൂ. എന്റെ കണ്ണ് കാണാൻ പറ്റത്തില്ല, അതാണ്. അതിന് ഭയങ്കര സെറ്റപ്പ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്ടേ? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇത് തലയിലിടണം. ഇടാം. ഇതാണ്ട് ഇത് കണ്ണിടണം. കണ്ണിലിടണോ? എങ്ങനെ ഇടണത്? ഇതൊക്കെ അങ്ങോട്ട് ഇടാം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ ഈ പറയണത്. ഇത് കണ്ണിട്ടുകൊണ്ട് ഇറങ്ങണം. കണ്ണാണ് അത് കരയായോണ്ടാ വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല ക്ലിയർ ആയിട്ട് കാണാം. തന്നെ വെള്ളത്തിൽ എന്നെ ഒന്ന് പൊക്കി ഒന്ന് അങ്ങോട്ട് വെക്കണം. ഇങ്ങോട്ട് എനിക്ക് അറിയാൻ എന്നുള്ള കാര്യം. ഇറങ്ങുന്നു, പെട്ടെന്ന് അറിഞ്ഞാണ് എടുത്തോണ്ട് വരുന്നു. പൊന്നപ്പ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന. എനിക്ക് അറിഞ്ഞൂടെ. എന്റെ പിള്ളേരെ കാത്തുകൊള്ളണേ ഭഗവാനെ. പുള്ളി വീണത് അറിഞ്ഞതുപോലും ഇല്ല കണ്ടോ. ഒരു ഓളം പോലും തല്ലി കണ്ടില്ല. കുളത്തില് വെള്ളം പറ്റിയെന്ന് തോന്നുന്നു. ഭയങ്കര സിദ്ധനാ കേട്ടോ. അവിടെ ചാടിയിട്ട് നീ ഇവിടെ പൊങ്ങിയല്ലേ. ഓടാ എഴുന്നേറ്റ്. ഈ പുല്ല് ഞാൻ എടുത്ത് വെക്കണ്ടെന്ന് പറഞ്ഞല്ലേ. എന്റെ കണ്ണും കാണാൻ ഉരിയണം. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒന്ന് പെട്ടെന്ന് അരഞ്ഞാണ് എടുക്കടാ ഒന്ന്. ഏകദേശം ഒരു 2 മണിയോടെ കൂടെ ഞാൻ കുളിക്കാൻ വന്നായിരുന്നു. ആണല്ലേ? ഓക്കെ, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ആ സമയത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ആ വള്ളക്കാരൻ ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, വിറ്റ്നസ് നമ്പർ 1 വള്ളക്കാരൻ ഖാദർ. പുള്ളിക്ക് കാഴ്ചയില്ല. പുള്ളിക്കാരൻ എന്തായാലും എടുത്ത് കാണത്തില്ല. ഒരു കറുത്ത ചരട് കിട്ടും. എന്തിന്? ചരട് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചരട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാലടാ. എന്താ പറയാ? കൊച്ചിന്റെ അളവാണോ? അളവല്ലെന്ന്. അല്ല, വെള്ളത്തിൽ പോയത് അറിയാനാണോ? ഓ, അതിനറിയാൻ വേണ്ടിട്ട് ഈ സാധനം അങ്ങോട്ട് കെട്ടുന്നു. എന്നിട്ട് കൊച്ചിനെ എടുത്ത് ഇവിടെ ഇടുന്നു. ഞാനും കൂടെ ചാടുന്നു. ഇങ്ങോട്ട് വരട്ടെ. ഓ, അവക്ക് വെള്ളോന്ന് പറഞ്ഞാ ഭയങ്കര പേടിയാണ്. പറഞ്ഞു തീർന്നല്ലേ, ദാണ്ട് അവളെടുത്ത് ചാടിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനും കൂടെ അങ്ങ് ചാടാം. നിനക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്ക് നീന്തൽ അറിഞ്ഞോളൂ. എന്നിട്ട് പറയണ്ട ചാടെന്ന്. അതെ ചേട്ടാ, മുങ്ങാൻ അറിയാമോ? പിന്നെ എനിക്ക് മുങ്ങാൻ അറിയാലോ. മോക്ക് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ അറിയാവോ? എടാ, അവള് ഭയങ്കര മുങ്ങലുകാരിയടാ. അങ്ങനെ മുങ്ങിട്ടല്ലേ എന്റെ കൂടെ പൊങ്ങിയത്. ഓ, അന്ന് നിങ്ങൾ വലിയ വെള്ളമായിരുന്നു. എടി എന്ന് കേറി വാടി. ചേട്ടാ, ഈ വെള്ളത്തിൽ നിന്ന് എന്റെ അരിഞ്ഞാണോ ഒന്ന് മുങ്ങി തപ്പി തരുമോ? പിന്നെ തപ്പിത്തരല്ലോ. തപ്പിത്തരണേ. തരും. തപ്പിത്തരുമോ? തപ്പിയിരിക്കും. കടലുണ്ടി, ഇട ഒന്ന് എഴുന്നേറ്റ് വാടാ. കടലുണ്ടി, അരഞ്ഞാണം കിട്ടിയാ? കിട്ടി കിട്ടി. ഒരു വീതം ഞാൻ എടുത്ത്.
എന്നാലും കടലുണ്ടി നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലടാ. അല്ല ഇതെന്റെ അരിഞ്ഞാണോ? അല്ല ഇതല്ല എന്റെ അരിഞ്ഞാണോ, ഇത് വെള്ളി അരിഞ്ഞാണോ? അത് നിന്റെ അരഞ്ഞാണം തന്നെ. അല്ലെന്ന്. ഇവിടെ അരഞ്ഞാണം. നിങ്ങൾ അരഞ്ഞാണം തന്നെ അങ്ങോട്ട് എടുക്കി ഇങ്ങോട്ട്. അല്ല നോക്കി, ഇതെന്റെ എന്റെ അരിഞ്ഞാണോ? അല്ലത്. ഇത് ആർക്കുള്ളത്? ഇത് ആ കാവുംപുറത്തെ ലതയുടെ അരഞ്ഞാണോ അല്ലേ? ആരാ? ആ കാവുംപുറത്തെ ലതയുടെ. ഏതിലതാ? നീ തലേ ദിവസം ഇവിടെ കളഞ്ഞ അരഞ്ഞാണമല്ലേന്ന്. ലതന്നെ പറഞ്ഞാൽ കേട്ടാ. തല തിരിക്ക്. ഇത് അതല്ല, തല തിരിക്ക്. ആരല്ലതാ? നിങ്ങൾ പല തവണ ഈ കൊളക്കടവിൽ വന്നിട്ടുണ്ട്. ഞാൻ മാന്യനാ, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടേ ഇല്ല. നിങ്ങൾ വീട്ടിലോട്ട് വാ, ഞാൻ നിങ്ങളെ ലതേ പോവല്ലേ ലതേ, ഞാൻ പറയണമെന്ന് കേക്ക്. അയ്യോ അല്ല, വീട്ടിൽ പോണില്ലേ? ഇല്ല, ഞാൻ ഈ കുളത്തിൽ ചാടാൻ പോണ്. നിനക്ക് നീന്താ അറിയത്തില്ലല്ലേ? അല്ല, എന്തുവായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾ അടിച്ചു കൊല്ലും. അതിലും ഭേദം ഈ കുളത്തിൽ ചാടി വെള്ളം കുടിച്ചെങ്കിലും ചാവാല്ലോ. ചാടാറങ്ങോട്ട്. ഞാനും കൂടെ ചാടാം. നല്ല രസമുള്ള ഒരു സ്കിറ്റായിരുന്നു. നല്ല കൊളിക്കടവ്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ കൊളിക്കടവിന്റെ സീസൺ 2 ആയിരിക്കും എന്ന് വിചാരിച്ചു. നസീർക്ക, ആദ്യത്തെ കുളിക്കടവുമായിട്ടൊരു ബന്ധമില്ല, പക്ഷേ അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് വേറെ, അത് പക്ഷെ നല്ലൊരു എപ്പിസോഡായിരുന്നു അല്ലേ? അതെ അതെ, അടിപൊളി സാധനം. കുറച്ചുകൂടെ കുറേ കൗണ്ടറും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ഇത് സെക്കൻഡായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല, പക്ഷേ തമാശയുടെ കുറവ് ഫീൽ ചെയ്യും നല്ല രീതിയിൽ. പിന്നെ നിങ്ങൾ മൂന്നുപേരും നല്ല വൃത്തിയായിട്ടുള്ളത് മനോഹരമായിട്ട് ചെയ്ത് നല്ല ഫീലിംഗ് ആയിരുന്നു കാണാനായിട്ട്. കടവും ആ ബാക്ക്ഗ്രൗണ്ട് സീനും ഒക്കെ കൂടി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. തമാശയുടെ കുറവ് ഉണ്ട്. നിങ്ങൾക്ക് മൂന്നുപേർക്കും കളിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഒന്നുമില്ല അതിൽ. ചെറിയുടെ എലമെൻറ്റുകൾ തീരെ കുറവാണ്. നിങ്ങൾ നല്ല ഫാസ്റ്റായിട്ട് നിന്ന് വെടിയും പുകയും പോലെ ചെയ്യുന്ന സുമി, നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് അതേപോലെ ചെയ്തിട്ടുള്ള എപ്പിസോഡുകൾ. പക്ഷേ ഇതിൽ എന്തോ അങ്ങനെ ഒരു നിറവ് കിട്ടിയില്ല. ഇതിപ്പോൾ നമുക്ക് കുറേ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ എന്നാൽ പിന്നെ ഇതങ്ങ് ചെയ്തേക്കാം എന്നുള്ള ധാരണ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. തമാശയുടെ കുറവുണ്ട്. ആർട്ടിസ്റ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, പക്ക ആർട്ടിസ്റ്റുകളാണ് 3 പേരും. വെടിയും പുകയാണ്. പക്ഷേ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതിൽ കഴമ്പ് കുറവാണ് എന്നുള്ളത് അല്ലേ? അതെ, ചെറിയുടെ കഴമ്പ് കുറവാണ്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ദീപു ശരിക്കും ഒരു മുങ്ങൽ വിദഗ്ധനാണോ? ശരി, നീന്തലറിയോ? കാരണം ദീപു ഒരു പടം ചെയ്തപ്പോൾ വെള്ളത്തിലൊക്കെ കിടന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ആ പടത്തിന്റെ പേരെന്തായിരുന്നു? മറന്നുപോയി. പ്രളയവും കാര്യങ്ങളും. അതാ ഞാൻ ചോദിച്ചത്. നന്നായിട്ട് വെള്ളത്തിൽ അറിയാവുന്ന ഒരാളാണോ എന്ന് ചോദിച്ചേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് കോട്ടയത്ത് മീനച്ചിലാറിന്റെ അടുത്താ. പുഴയാ. പക്ഷെ ഇതൊന്നും എടുക്കാൻ പോകുന്നില്ല. അരഞ്ഞാനെടുക്കില്ല. അല്ലാതെ ചൂണ്ടയിടാനൊക്കെ പോകുന്നു അല്ലേ? നോക്കാൻ പോകും. ചൂണ്ടയിടലൊക്കെ ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന്. ചൂണ്ടയിടലുണ്ട്. നമ്മൾ ഇതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്ത് ആ ചർച്ച അങ്ങോട്ട് പോകണ്ടത് വ്യതിചലിക്കുന്നു. നല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം സ്ക്രിപ്റ്റിലൊരു ബലക്കുറവുണ്ട്. അതുമാത്രമല്ല, അതൊക്കെ നിങ്ങൾ കളിക്കുമ്പോഴും ഒരു കോൺഫിഡൻസ് കുറവ് എവിടെയോ ഉള്ളതുപോലെ. അതങ്ങനെ ഡ്രോപ്പ് നിൽക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി കളിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കളിച്ച് തീർക്കുന്ന പോലത്തെ ഒരു ഫീലായിപ്പോയി. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സ്ക്രിപ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുങ്ങി തപ്പിയിരുന്നെങ്കിൽ കിട്ടിയേനെ എന്നുള്ളൊരു ചിന്ത എനിക്കും തോന്നിയിട്ടുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകൾ 3 പേരും ഓൾറെഡി തന്നെ ഇവിടെ തെളിയിച്ച നല്ല നല്ല സ്കിറ്റുകളും ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ളവരാണ് 3 പേരും. സാരമില്ല, ഇന്നത്തെ ടോസ് നമുക്ക് അനുകൂലമല്ലെന്ന് വിചാരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്തതിൽ താങ്ക് യു ചേട്ടാ. അസീസ്ക്ക, ഇത് ഐറ്റം വരുന്ന നമ്മളെ ഷോ തുടങ്ങിയപ്പോൾ ഇവിടെ ഏറ്റവും നല്ല സ്കിറ്റും ഏറ്റവും നല്ല കൗണ്ടറും കൊണ്ട് ഇറക്കിയ വ്യക്തിയായിരുന്നു സുധീഷ് അല്ലേ? അതെ. പിന്നെ സുമി എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഐറ്റം വരെയുള്ള ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൊമേഡിയനുമാണ്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ വരുമ്പോൾ അമിതമായിട്ട് പ്രതീക്ഷിച്ചു ചില സംഭവങ്ങൾ. സത്യം. അപ്പം നമ്മൾ അമിതമായി ഇങ്ങനെ നോക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു നിങ്ങളിൽ നിന്ന് പാകപ്പിഴകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി പോകും. സത്യം. പക്ഷേ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, പക്ഷേ അതിനകത്ത് കൗണ്ടറുകൾ വിരളമാണ്. ചെറുതായിട്ട് കുഞ്ഞു സാധനങ്ങൾ പോയത്. പക്ഷേ നിങ്ങൾ കളിക്കുന്ന കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, നിങ്ങൾ കളിക്കുന്നത് അടിപൊളിയാണെന്ന് ആ രീതിയിലാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ കഴിവുകൊണ്ടാണ് അങ്ങനെ കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയ കൗണ്ടറിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. നമുക്കതിന് ഭയങ്കര വിഷമമായിപ്പോൾ സത്യം. പക്ഷേ സ്കിറ്റിൽ വേറെ ഇപ്പം കുളിക്കടവ് കൊണ്ട് നമ്മൾ സുധീഷ് ഒരുപാട് തെറിയും കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട് അല്ലേ? ഉഗ്രം സ്കിറ്റല്ലായിരുന്നു നിങ്ങൾ ആ കുളിക്കടവ് അല്ലേ? അപ്പം ഞങ്ങൾ വീണ്ടും കുളിക്കടവ് വന്നപ്പോൾ സുധീഷിൻ്റെ അടുത്ത കുളിക്കടവ് വന്ന് എന്തെങ്കിലും കാണും എന്ന് നമ്മളിവിടെ നിന്ന് പ്രതീക്ഷിക്കും. പിന്നെ അടുത്ത ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. മാർക്സ് കൊടുക്കാം. ഞാൻ ഒരു 6,000 രൂപ. ഞാനും 6. ടോട്ടൽ 12 മാർക്ക്, 12,000 രൂപ. ചേട്ടാ, ടോട്ടൽ എമൗണ്ട് അയച്ചോ? ഐശ്വര്യമായിട്ട് കുറച്ചും കൂടി കയറട്ടെ. ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. അടുത്ത പ്രാവശ്യം നൈറ്റുമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു ദീപ് ചേട്ടാ. ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത്
ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് വിളിക്കാൻ പോവാ, തയ്യാറായിക്കോ? പിന്നല്ലാതെ. ലെറ്റ്സ് വെൽക്കം വിഷ്ണു, ബാസിൻ ആൻഡ് അമൽ. അടിപൊളി. വേറെ അയ്യോ എടാ പടക്കപ്പുരയാണ് അവിടെ നിന്നാണ് കർപ്പൂരം ഒഴിയുന്നത്. അയ്യോ എന്റെ ദൈവമേ, ആശാൻ എന്നെ പരിപാടി കാണിച്ചേ. ഞാൻ നിങ്ങളുടെ ബിസിനസ് പൊട്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമല്ലായിരുന്നു. എന്റെ ദൈവമേ, പൊട്ടാൻ പ്രാർത്ഥിക്കടാ, എന്നാലേ നിനക്കൂടെ വല്ലതും കിട്ടുള്ളൂ. അയ്യോ സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഈശ്വര ഭഗവാനെ, എന്റെ ആശാന്റെ ബിസിനസ് 8 നിലയിൽ പൊട്ടണേ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അറിയിപ്പുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഒന്നുമല്ല കേട്ടോ, ഈ മൈക്ക് വർക്കാണ്ടോ നോക്കിയതാ. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർത്തത്. ഇന്നലെ ഞാൻ അമ്പലപ്പറമ്പിൽ വെച്ച് നിങ്ങളുടെ അമ്മേനെ കണ്ട്. എന്നാടാ നിന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അത് പെങ്ങടെ കൊച്ചിന്റെ പേടി മാറ്റാൻ വേണ്ടി ഞാൻ അവന്റെ കൈയും പിടിച്ച് ആനയുടെ അടി കൂടെ ഒന്ന് പോയതാ. തിരിച്ചു വന്നപ്പോ കയ്യിൽ ആനപ്പിണ്ടം. അപ്പൊ കൊച്ചി ആർക്കറിയാവുന്ന അതൊക്കെ പോട്ടെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അറിയാം? നാളെ പൂജ വെപ്പ. അങ്ങനെയെങ്കിൽ നാളെ വൈകുന്നേരം നമുക്ക് പൂജ വെക്കണം. മിണ്ടിപ്പോയിരുന്നു. കഴിഞ്ഞ കൊല്ലം നീ എന്താണ് ഇവിടുന്ന് കൊണ്ട് പൂജ വെച്ചത്? ഗർഭക്കരക്കി. അയ്യോ, എന്നിട്ട് ആ അമ്പലം അവിടെ നിന്ന് കത്തുപോയി. അത് ഞാൻ വിചാരിച്ച പൂജാരി അതിന്റെ ചുറ്റും ഇങ്ങനെ 3 വട്ടം ഇങ്ങനെ ആരതി ഒഴിയൂ. വിഷയം മാറ്റി വിടണം. ആശാനെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ശരിക്കും ആശാൻ ഈ പടക്ക ഫീൽഡിലോട്ട് വന്ന എങ്ങനെയാണ്? അത് എന്റെ മുത്തച്ഛൻ മരിച്ചുപോയി ഗ്യാപ്പില. മുത്തച്ഛൻ എങ്ങനെ മരിച്ചുപോയി? മുത്തച്ഛനെ പാമ്പ് ചതിച്ചതാ. സാധാരണ പാമ്പ് കൊത്തിയില്ലേ മരിച്ചു പോകുന്നത്? ഇത് നേരെ തിരിച്ചാ. എടാ, ഒരു ദിവസം മുത്തച്ഛൻ ഇങ്ങനെ നടന്നു വരിക. അപ്പൊ മുത്തച്ഛൻ നേരെ ഒരു പാമ്പ് ചീറ്റി പറഞ്ഞു. അയ്യോ, എന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് ഈ പുള്ളി ഉള്ള പാമ്പ് ഗുളിക എല്ലാം കൂടെ എടുത്ത് തിന്നണം. ഏറ്റവും ചിരി വരുന്ന അതല്ല, പോസ്റ്റ്മോർട്ടം റിസൾട്ട് പറഞ്ഞപ്പോ പാമ്പ് ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അത്ര ഉണ്ട് ഗുണം. അമ്പൽക്കണ്ണ എന്തോ ഫോൺ ഓഫ് ചെയ്യടേ. എന്റെ ഫോണിൽ നല്ല. അയ്യോ, താണ്ടത് അമ്പലത്തിൽ നിന്ന് ഒരു കൊട്ടത്തേങ്ങ ഉരുണ്ട് വരുന്നു. അത് കൊട്ടത്തേങ്ങയല്ല, മനുഷ്യനാണ്. പിടിച്ചേ, പിടിച്ചടാ. ഞാനേ സൈന്യ പ്രദർശനം ചെയ്തു അമ്പലത്തിന്റെ വെളിയിലെത്തിയ. എത്ര പ്രദർശനം വെച്ച്? ഒരെണ്ണം കൂടെ വെക്കാൻ ഞാൻ നന്നായി. നേരെ എണ്ണച്ചിറോടാ വണ്ടി തന്നെ കൊണ്ടുപോയാനെ. എങ്ങനെ കൊണ്ടുപോകാണ്ടിരിക്കും? ഞാൻ അമ്പലത്തിൽ കൂടെ വളരെ മാന്യമായിട്ട് സൈന്യ പ്രദർശനം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഒരു തലയെടുത്ത് ചേർക്കുമ്പോ അഡിഡാസിന്റെ ബോളാന്ന് പറഞ്ഞു ഒറ്റ തട്ടട. അങ്ങനെ തെന്നിത്തെറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. പടക്കക്കാരല്ലേ? സൂക്ഷിക്കണം, ചത്തുപോകും. എന്തിനാ സ്പാർക്കടിക്കും, പൊട്ടിത്തെറിക്കും. പൊട്ടുന്നത് കുഴപ്പമില്ല. വിളിച്ചതാ. ഇല്ലാണ്ടായി പോയി ഞാൻ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? എടാ, ഞാൻ പാപ്പൻ. ഏതാനയുടെ? എടാ, നെറ്റിയില് സൂര്യനുള്ളവനെ ആനയുടെ പാപ്പനല്ല, പാപ്പൻ. ഈ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവനും സർവോപരി ജീവയുടെ കൂട്ടുകാരന്. ജീവ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല. ആർക്കറിയാം ഇതൊക്കെ അവരറിഞ്ഞത്? അല്ല, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എടാ, തന്റെ ഫോട്ടോയിലോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇയാളെ സൂക്ഷിക്കാറ് വെച്ചേക്കുന്നേ. അത് ഞാൻ നിരപരാധിയാ മോനെ. നിങ്ങൾ ഇത് കേൾക്കണം. ഇവിടുത്തെ ദേവിക്ക് ഒരു ശക്തിയുണ്ട്. അമ്പലം തുറന്ന് ആദ്യം ആര് ദേവിനെ കാണുന്നു അവര് രക്ഷപ്പെടും. ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എങ്ങനെ ദേവിയെ കാണും? പാപ്പട്ടൻ കയ്യാത്ത കാലം പാപ്പൻ എന്തോ ചെയ്ത് ദേവി അടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. അതാകുമ്പോ ഇഷ്ടമുള്ള സമയത്ത് കാണാല്ലേ. എന്നാലും വിഗ്രഹം മോട്ടിച്ചെന്ന് പറയരുത് കേട്ടോ. അങ്ങനെയൊക്കെ സൊസൈറ്റി പറയുന്നു, എനിക്കറിയില്ല. അമ്മേ ശരണം, ദേവി ശരണം. ഒരു മോനെ ഒരു കുണ്ട് കത്തിച്ച് തരാൻ ഇവിടെ. സൊസൈറ്റിയിലെ വലിയൊരു ശല്യം അങ്ങ് മാറി. പോലീസ് പിടിക്കൂടോ? സീനല്ലടാ, എനിക്ക് മഞ്ഞക്കാടുണ്ട്. എന്റെ പൊന്ന് പ്രാന്തട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. ഇനി എനിക്ക് വേണ്ട, എനിക്ക് ആ ബോണ്ടേ മതി. എന്നാ ഞാൻ മാറിയിരിക്കും. എനിക്ക് കൈനോട്ടത്തിന്റെ ചെറിയ പരിപാടി ഉണ്ട്. അയ്യോ, കൈ നോക്കറിയോ? പിന്നെ കണ്ണു വെച്ച് നോക്കാലോ. അതല്ല, എന്റെ കൈ ഒന്ന് നോക്കാവോ? നിന്നെ കണ്ടാ തന്നെ പറയും കൈ നോക്കേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിലും കത്തി പിടിക്കില്ല. അവന്റെ കൂടെ മാറാതെ ഇരിക്കണോ? നിന്റെ കൈ നോക്കി തരാം. വളത്തിന് അങ്ങോട്ട് മോനെ, നിന്റെ വീട്ടിലൊരു ജാതി മരം ഉണ്ടോ? കിണറിന്റെ സൈഡിലായിട്ട് നല്ല ജാതിക്കുണ്ടാവുന്നതാണോ? എന്റെ ദേവി, കാര്യം പറയണോ? അത് വെട്ടല്ലോ കേട്ടോ, ജാതിക്ക് തിന്നെ. അച്ഛൻ, എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലായി. പുള്ളിക്ക് പ്രാന്ത. അല്ലാതെ അയാള് വിദ്യാഭ്യാസ മന്ത്രിയാന്ന് ഞാൻ പറഞ്ഞു. ഇല്ല. പറഞ്ഞാടാ? പിന്നെ നീ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? എന്റെ മിസ്റ്റേക്കാ. ശരിക്കും ആശാന്റെ പ്രശ്നം ഇപ്പൊ എന്താണ്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ ഈ നിറച്ചു വെച്ച പടക്കങ്ങളിൽ ഒന്നും പോലും പൊട്ടുന്നില്ല. ഒന്നും പൊട്ടുന്നില്ല. അങ്ങനെ തെളിയിച്ച് കാണിച്ചു. ഞാൻ കാണിച്ചു തരാം. കാണിച്ചതാ. ഇത് കണ്ടോ? പൊട്ടുന്നുണ്ടോ? ഇല്ല. ഇത് കണ്ടോ? പൊട്ടുന്നുണ്ടോ? ഇല്ല. ഇത് കണ്ടോ? പൊട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുവാ? ഇത് കണ്ടോ? എന്നതാടാ ഒരു സൗണ്ട് കേട്ട്? ഒരു പടക്കം പൊട്ടിയതല്ലേ? ബോണ്ടല്ല.
പാപ്പ നീ അതില് വെടിവെടി നിറച്ചിട്ടുണ്ടായിരുന്ന? ഒരെണ്ണത്തിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. എടാ മഹാഭാവി, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ് നീ എടുത്ത് വെളിയിട്ട് കളഞ്ഞല്ലോടാ. ഒരു മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. ഹേയ് പപ്പ. കംസം മാത്രല്ല കൃഷ്ണനും. മക്കളെ ഞാൻ കണ്ടില്ല ദേവി എന്റെ അടുത്തൊന്ന് പറഞ്ഞ് പാപ്പ മോനെ നീ രക്ഷപ്പെടും, നിനക്ക് കിളിപോട്ടൊരു പെണ്ണിനെ കിട്ടുമെന്ന്. അളിയ ടി വി മാത്രമേ കത്തിപ്പോയുള്ളൂ, ചാനൽ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അയാൾക്ക് ഒരു വർഷമില്ല അയാൾക്ക്. കണ്ണ് കാണുന്നില്ല. പടക്കം പൊട്ടിക്കഴിഞ്ഞപ്പോ തലയുടെയും കണ്ണിന്റെ റിലേ പോയി. അയ്യോ അത്ര ഉള്ള പാപ്പ ഒന്നും കാണുന്നില്ലേ? ഒന്നും ഇളനീർ കുഴമ്പ് ഒഴിച്ചാൽ മതി, ഞാൻ എടുത്തോണ്ട് വരാം. ചുമന്ന സാരിയുടെ കൂടെ മഞ്ഞ മൂക്കുത്തിയേക്കാരും ചേർന്ന് ഈ ചുമന്ന മൂക്കുത്തി കേട്ടോ, നല്ല രസമുണ്ട്. നാളെ നീ വരണം കേട്ടോ. സിന്ധുവേ കമ്മൽ അടിപൊളിയാ കേട്ടോ. എടാ 2 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന സിന്ധുവിന്റെ മൂക്കിലെ മൂക്കുത്തി അയാൾക്ക് കാണാം. ഈ അടുത്ത് നിന്ന് കാണാൻ അയാൾക്ക് പറ്റത്തില്ലെന്ന് പറയാം. എല്ലാം അയാൾ അഭിനയല്ലടാ. അല്ലടാ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സമാധിയായില്ലേ? അമ്പലത്തിന്റെ വിഷ്വൽ ഒപ്പിയെടുക്കാൻ കമ്മിറ്റി ഒരു ഡ്രോൺ പറത്തി വിട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ കൊക്കെന്നും പറഞ്ഞത് ആരും എറിഞ്ഞിട്ട് തിന്നരുത്. എന്റെ കാര്യമാണോ അവര് പറയണേ? അവര് മാനത്ത് കണ്ടപ്പോ അങ്ങനെ സഞ്ചിലാക്കിക്കൊണ്ട് വന്നേക്കുന്നു. ചക്കിപ്പഴിന്താന്ന് പറഞ്ഞ് ചുട്ടു തിന്നാൻ ഇറങ്ങിട്ടതാ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിക്കാതെ ആ സ്റ്റേജിന്റെ പുറകെ വല്ലതും പോയിട്ട് നിൽക്കാവോ? കെട്ട ആൾക്കാർ മോനെ, കെട്ട ആൾക്കാർ. എടി ഇന്നലെ ഞാൻ ആ സ്റ്റേജിന്റെ അവിടെയുള്ള നാടകത്തിൽ വന്ന പെണ്ണുങ്ങൾ തുണി മാറാൻ നോക്കിക്കുവായിരുന്നു. അവർക്കൊരു സഹായമായിട്ട് ഇരിക്കുവായിരുന്നു. എടി അങ്ങനെ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ പൊന്നിടാ മേക്കപ്പ് സെറ്റിന്റെ അവിടെ ഒരു പാമ്പ്. വിഷമുള്ളതാണോ? നല്ല വിശപ്പുണ്ടാവും, വലിയ പാമ്പല്ലേ? അതല്ല വിഷമുള്ളതാണോ? വിഷമുള്ള പാമ്പ്. ഞാൻ സൂത്രത്തിൽ ഒരു വടി കൊണ്ട് കൊട്ടിയിട്ട് ഈ പാമ്പിനെ നേരെ ചാക്കിനകത്തേക്ക് അങ്ങ് പൂജാരി അടക്കം എന്റെ തന്തക്ക് വിളിച്ച്. അതെന്തിനാ പൂജാരി അടക്കം തന്തക്ക് വിളിച്ചത്? ഇവന്റെ തലയൊക്കെയുള്ള ഡെമ്മി പാമ്പാണടാ പട്ടി ഫോറസ്റ്റിനെടുത്ത് കൊടുക്കണേന്ന് പറഞ്ഞു. നമ്മൾ ഇയാളോട് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ലിസ്റ്റ് മൊത്തം നോക്കാം. ഒരു കാര്യം ചെയ്യ്, ഞാൻ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. സാധനങ്ങളുണ്ടോ നോക്കിയേ. മത്താപ്പുണ്ട്, കുടച്ചക്രം ഉണ്ട്, പൂത്തിരി ഉണ്ട്, ഗർഭം കലക്കി. അയ്യോ അതിന് അവള് സമ്മതിക്കും. നിർബന്ധിക്കണോ? അല്ല നീ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. വിളച്ചു കിടക്കല്ലോ കേട്ടോ, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അയ്യോ അല്ല, ആശാനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്നാ? ഞങ്ങളുടെ നാട്ടിലെ ബ്ലാക്ക് മാൻ ഇറങ്ങി. അയ്യോ എന്നിട്ട് നാട്ടിൽ പെണ്ണുങ്ങൾക്ക് തുണി അലക്കിടാൻ മേല. രാത്രി ഒന്ന് കഥകെ വന്ന് മുട്ടുന്നു, ബാത്റൂമിൽ വരെ ഒളിഞ്ഞു നോക്കുന്നു. ബ്ലാക്ക് മാൻ. യെസ്. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ ഹലോ. അമ്മ. പറ മോനെ. അച്ഛൻ വീട്ടിലുണ്ടോ അമ്മ? ഇവിടെ ഉണ്ടല്ലോ. ശരി, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചാളല്ല. അല്ല ആശാനെ, എനിക്കൊരു സംശയോടെ ചോദിക്കാനുണ്ട്. എന്നാ മോനെ? ഞാൻ ചോദിക്കാൻ സംഭവം വെച്ചാൽ നമ്മൾ കുറെ ഈ റോക്കറ്റ് മേളിലോട്ട് വിടുമല്ലോ, അപ്പൊ ഈ മേളിൽ പോയിട്ട് എങ്ങനെയാണ് ഈ കുട വിരിയുന്നത്? നീ ജനിച്ച വർഷം ഏതാണ്? 1996. എത്രയോ മലയാള സിനിമകൾ റിലീസായ വർഷമാണ്. സത്യം. അതിലൊരു സെക്കൻഡ് ഷോയ്ക്ക് നിന്റെ അച്ഛൻ പോയിരുന്നെങ്കിൽ ഞാൻ ഈ കിടന്ന് അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യം പറയട്ടെ, ഞാൻ നീ പടക്കം പിടിക്കാൻ വരുന്നില്ല. എന്റെ മൂഡ് പോയി, എന്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ പറയരുത്. ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എന്തോ മോട്ടിവേഷൻ വേണം, തരുവോ? അയാളെ ചെവി വിടാ. മക്കൾ അതായത് നനച്ച വണ്ടി ട്രെയിനിനകത്ത് കയറിയിട്ട് ഏത് വണ്ടി പറഞ്ഞുതരാം. നനച്ച ട്രെയിൻ വണ്ടിക്കകത്ത് കയറിയിട്ട് അവലല്ല നനച്ച ട്രെയിനത് വണ്ടി ട്രെയിനകത്ത് വെറുതെ നിന്നെ കണ്ടാൽ തന്നെ ദിവസം നിനക്ക് മോട്ടിവേഷൻ എന്റെ മോട്ടിവേഷൻ മോനെ. അതായത് ഈ നനച്ച വണ്ടി എന്ന് പറഞ്ഞാൽ എടാ മോനെ ഉണ്ടേ എന്തോ എടാ ഇവൻ നിന്നെ കുറിച്ചുള്ള കുറ്റം നാട്ടുകാരെടുത്ത് മൊത്തം പറയുവാടാ. എന്നാ പറഞ്ഞ നിനക്ക് പക്ഷെ കേൾക്കണോ? നീ ഭയങ്കര പോക്കറ്റം കെട്ടവനും പണിയൊന്നും എടുക്കലെന്നും. കുറച്ചു മുമ്പ് ഒരു മറ്റേ പട്ടി ഇതുവരെ പോയില്ലേ, ഹാൻഡിക്യാപ്ഡ്, അതുവരെ നിന്നെ കുറിച്ച് കുറ്റം പറയേ. അങ്ങനെയെങ്കിൽ എന്റെ ആശാനെ ഞാനിന്ന് കൊല്ലരുത്, സംസാരിച്ചിട്ട് വരാം. ഓക്കെ. നീ എന്റെ വാക്കുട്ടിനെ പോലെ ഉള്ളതുകൊണ്ട് കാണാൻ തിരക്കേടില്ലാത്തോണ്ട് നിന്റെ അടുത്ത് പറയുക. ഞാൻ അങ്ങനെ ഇങ്ങനെ തല്ലുണ്ടാക്കണ ആളോ ഏറ്റിന് പറഞ്ഞു കിടക്കണ ആളോ അല്ല. ഇട നിന്റെ കൂടെ സാരിയില്ല ചോദിച്ചു മേടിച്ചതാ. നിന്റെ കൂടെ ആ ചെറുക്കൻ നിന്നെ കുറിച്ച് ഓരോ സ്ഥലത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. ചേച്ചിയുടെ അടുത്ത് അവനെ കൊല്ലരുത്, അവനെ കൊല്ലരുത്. ഞാൻ പോയി സംസാരിക്കാം. കാര്യം നോക്കുമ്പോ ഈ കണ്ട ഹാൻഡിക്യാപ്ഡ് പട്ടിയുടെ വരെ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു കുണ്ടിട് നീ എടുത്തിട്ട് ഞാനാണല്ലോ എടുക്കും. ചുമ്മാ കൊണ്ട് പൊട്ടൂടാ, ഞാൻ ചത്തുപോകുന്നു. കൊണ്ടുപോടാ, ഞാൻ നിങ്ങളെ തമ്മിൽ തന്നെ എന്നെന്തിനാണ് പിടിച്ചിരുന്നത്? ഇവനെ ഞാൻ കൊല്ലും. കൊണ്ടുപോട്ടെ സൗമ്യേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. 3 പേര് ഒരുക്കുമ്പോ നല്ല രസം ഉണ്ടാവും കാണാൻ.
എടാ എന്റെ ജീവൻ പോണടാ, രക്ഷിക്കടാ, ആശ്വാസിക്ക, ആശ്വാസിക്ക, ആശ്വാസിക്കല്ല, ആശ്വസിക്ക. ആശ്വസിക്ക, രക്ഷിക്കുക. എടാ, പുള്ളിയുടെ മുത്തച്ഛന്റെ പ്രായമുള്ള നീ അങ്ങനെ ഇക്കാന്നോ? അല്ല നമ്മളെ വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. എല്ലാ വിഷയമുണ്ട്. എന്നാ പുള്ളി കൈ ഇരിക്കട. അയ്യോ ഉണ്ട്. ദേവിയേ, ദേവിയേ, ദേവിയേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തുവാ? അത് സമാധിയായി. തീർന്നു. ഓക്കെ. നല്ലൊരു കൈയടി. നസീർക്ക, പടക്കങ്ങളെല്ലാം പൊട്ടിയില്ല, ചിലത് ചീറ്റിപ്പോയി. പറഞ്ഞു വന്നത് നിങ്ങൾ ആ ചെയ്തു വന്നതൊന്നും അങ്ങോട്ട് ശരിയായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സമയക്കുറവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കളിക്കാതിരിക്കുക. ആ ഒരു എപ്പിസോഡ് ഈ പ്രാവശ്യത്തിനെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം വന്ന് ചെയ്യണം. കാര്യം നമ്മൾ പെട്ടെന്ന് തപ്പിയെടുക്കുമ്പോൾ നിങ്ങളെ കുറ്റം പറയുന്നതല്ല, ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയില്ല. അത് ഈ സ്കിറ്റിൻ്റെ അകത്ത് കാണാനുണ്ട്. ഇതിലൊന്നും ഒരിടത്തും ലോജിക്കലല്ലാത്ത കുറേ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. എന്നാൽ പടക്കമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ വന്ന അച്ചായൻ ആരാന്നറിയേല. മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. അതൊക്കെ മാറ്റിയെടുക്കണം. നിങ്ങളൊക്കെ ഇവിടെ നല്ല സ്കോർ ചെയ്ത ടീമുകളാണ്. അങ്ങനെയുള്ള ടീമുകൾ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പരാതികളായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ നന്നാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്ര മാത്രം പറയുന്നുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അസീസ്ക്ക, ഒന്നും സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. കാരണം നല്ല ഫ്രണ്ട് ഇരിക്കുന്നവർ, നല്ല ആസ്വദിക്കുന്ന ടീമുകളായിരുന്നു. അവരിതോടുകൂടി ഉത്സവം പോലും കാണുന്നില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തു അവര്, അല്ലേ? ഉത്സവമല്ല, വെടിക്കെട്ട്. കാരണം നിങ്ങളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അമ്മാതിരി ആർട്ടിസ്റ്റുകളാണ്. നല്ല സംഭവം നമുക്ക് തന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ ഒരു 12 മിനിറ്റ് സ്കിറ്റിൽ ഒരു 3 മിനിറ്റ് സംസാരം, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വന്നാലും അത് നമ്മൾ ചിരിക്കില്ല. ചിലപ്പോൾ നല്ല കൗണ്ടറായിരിക്കും അത്. കാരണം ഇങ്ങനെ ഇരുന്ന് വെറുതെ കണ്ട് ഇടയ്ക്ക് ഒരു സാധനം വന്നാലും നമ്മൾ ചിരിക്കില്ല. നമ്മൾ മറ്റേതിൻ്റെ ഹാങ് ഓവറിൽ അങ്ങ് പോകും. കാരണം വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഒന്നും എന്തായാലും നന്നായിരിക്കട്ടെ. എന്നോട് ഇവർ പറഞ്ഞു 1 ലക്ഷം രൂപ വരെ നേടിയ ഒരു ടീമാണ് നിങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മോന്നൊരു വിളിയും വിളിച്ചു. ഞാൻ ശരിക്കും ഒന്ന് ഷോക്കായി പോയി. കാരണം അത്രയും ഒരു എമൗണ്ട് മേടിക്കുമ്പോൾ എമ്മാതിരി സ്കിറ്റായിരിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നമുക്കെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അത്രയും കോൺഫിഡൻറ്റോടുകൂടി ഇവിടെ വന്ന് പ്രകടനം നടത്തി നിങ്ങൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്ന് നിങ്ങളുടെ ദിവസമല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വെടിക്കെട്ട് എന്ന് പറയുന്നൊരു സാധനം തന്നെ കൊണ്ടുവരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ തമാശ ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ പൊട്ടിച്ചിരിക്കാനുള്ള വകുപ്പുകളില്ലെങ്കിൽ ഈ ആദ്യം പറഞ്ഞാൽ ചീറ്റി പോകുമെന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് വരും. പിന്നെ ഇതിലേക്ക് ചില കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഇതിനോട് യോജിക്കുന്നുണ്ടോ, നിങ്ങളുമായിട്ട് അങ്ങോട്ട് സിങ്ക് ആവുന്നുണ്ടോ എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്ലേ ആയിരുന്നു ഇവിടെ നമ്മൾ കണ്ടത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അയ്യോ ഇതിങ്ങനെ വർക്കായില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്. പക്ഷേ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മാർക്കും നല്ലൊരു എമൗണ്ടൊക്കെ വാങ്ങിപ്പോയ ടീം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ വരുമ്പോൾ നമുക്കത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമാവും, ഇല്ലേ? അപ്പം നിങ്ങൾ ആ ഒരു ഊർജ്ജം എടുക്കുക, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിതിനെ ഇനി സ്കിറ്റിനെ ഭയങ്കരമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ മികച്ച കലാകാരന്മാരാണ്, പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബക്രു ചേട്ടാ. ഈ സ്കിറ്റിന്റെ മാർക്സ് ആദ്യം ആരാ തരുന്നത്? ഞാൻ ഹൈഡ്. ഓക്കെ. നസീർക്ക ഹൈഡ് ചെയ്യുക. ഇവരെന്ത് ഹൈഡ് ചെയ്യണോ ഞാൻ ഹൈഡ് ചെയ്യാം. ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളത് അങ്ങോട്ട് ഇട്ടേക്കാം. 3 പേര് ഹൈഡ് ചെയ്തു. ഇതൊരു സമ്മാനമേ അല്ല, സമ്മാനമല്ല, ഒരു പ്രോത്സാഹനം. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു എഫർട്ടിന് കൊടുക്കുന്ന ഒരു അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും ടോട്ടൽ മാർക്സ് എത്രയാന്ന് നോക്കാം. 5000. ഇത് നമ്മളെ സംബന്ധിച്ചൊരു എമൗണ്ടേ അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് ഒക്കെ അടിച്ച ടീമാണ്. നല്ലൊരു സ്കിറ്റുമായിട്ട് അടുത്ത പ്രാവശ്യം വാ. ഇന്ന് നമ്മുടെ ദിവസം എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരണം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സമയം കഴിഞ്ഞു. അയ്യോ, ഇന്ന് വിശകലന യോഗമില്ല. കാര്യം എനിക്കറിയാം, എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് ചോദിക്കും സ്കിറ്റ് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അതാണ് നമുക്ക് എല്ലാ ദിവസവും നമ്മളത് കേൾക്കുന്നത്. കാര്യം നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് അതാണ്. പക്രചേട്ടൻ പറഞ്ഞ 2500 രൂപ ബാലൻസ് ഉണ്ട്. തെറ്റാനെ ഇത് കഴിയുമ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ തരുന്നതായിരിക്കും. അതിലേക്ക് ചുമ്മാ തെറ്റിച്ചു വിട്ടാൽ മതി. ഞാൻ നല്ല 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 നൈസായിട്ടൊരു മൈൻഡ് പറഞ്ഞുതരാം. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഞാനും പക്രുചേട്ടനും തൽക്കാലത്തേക്ക് ബൈ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം മീ ആൻഡ് പക്രുചേട്ടൻ ആൻഡ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. എന്റെയും പക്രുചേട്ടനെയും ഗുഡ് നൈറ്റ്.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.